ജീവൻ നൽകിയ വചനം, ജീവന്റെ വചനം. ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുനാമത്തിൽ എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കണം. ഇന്ന് നിങ്ങളുമായി അല്പനേരത്തെ ചിന്തയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20 തൊട്ട് 28 വരെയുള്ള വചനത്തെക്കുറിച്ചാണ്. ശുശ്രൂഷ ചെയ്യുന്ന ഒരു യേശുവിനെ കുറിച്ച് നമുക്ക് നോക്കാം. 20 തൊട്ട് നാം വായിക്കുമ്പോൾ, സെബദീ പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് ഒരു അപേക്ഷ കഴിച്ചു ഇല്ലേ. യേശു അവളോട് ചോദിക്കുന്നു, നിനക്കെന്ത് വേണം? അവർ പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ എൻ്റെ പുത്രന്മാരെ, അതായത് യാക്കോബിനെയും യോഹന്നാനെയും ഇടത്തും വലത്തുമായി ഇരുത്തണമെന്ന് പറഞ്ഞു ഇല്ലേ. അതിനുത്തരമായി യേശു പറയുകയാണ്, നീ യാചിക്കുന്നത് എന്തെന്നും നീ അറിയുന്നില്ല. ഞാൻ കുടിക്കാനിരിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? ഞാൻ ഏൽക്കുന്ന മാമോദീസ നിങ്ങൾക്ക് ഏൽക്കാൻ കഴിയുമോ എന്നെല്ലാം യേശു ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കുടിക്കാൻ കഴിയും നിശ്ചയമെന്ന്. എന്നാൽ യേശു അവരോട് പറയുന്നു, എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാനുള്ള വരം നൽകുന്നത് എൻ്റേതല്ല, എൻ്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും ഇല്ലേ. യേശു ഈ ലോകത്ത് വന്നത് എന്തിനെന്ന് നാം ആലോചിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷക്കാരനാകണം എന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. യേശു പറയുന്നു, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു അല്ലേ. അധികാരത്തിനും പദവിക്കും വേണ്ടിയുള്ള മനുഷ്യരുടെ മോഹം മനുഷ്യന്റെ പാപമായി തീർന്നത് നമുക്ക് കാണാം അല്ലേ. ഈ ലോകത്ത് മാതാപിതാക്കള് ചിന്തിക്കുന്നത് തങ്ങളുടെ മക്കളെ ഉന്നത അധികാരത്തിൽ എത്തിക്കണം, അതിനുള്ള വലിയവരാക്കണം, അതിനുള്ളൊരു കഠിന ശ്രമമാണ് നടക്കുന്നത് അല്ലേ. എന്നാൽ ആ ഒരു ആഗ്രഹത്തെ മുൻനിർത്തിയാണ് ദൈവം ഈ സംഭവം നമ്മോട് പറയുന്നത് ഇല്ലേ. എന്നാൽ നമുക്ക് ഒന്ന് ആലോചിക്കാം, ഈ ലോകത്ത് നമുക്ക് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഏറെ കഷ്ടങ്ങളും പീഡനങ്ങളും എല്ലാം നമുക്ക് സഹിക്കേണ്ടി വരും. ഇതെല്ലാം നല്ല രീതിയിൽ അതിനെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ ആർക്കെല്ലാം കഴിയുമോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് ഇല്ലേ. ശുശ്രൂഷ ചെയ്യുക എന്നത് ഒരു ദൈവിക സ്വഭാവമാണ് അല്ലേ. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടുമ്പോഴാണ് ശുശ്രൂഷ ചെയ്യിപ്പാനും അധികാരം നടത്തുവാനുള്ള പ്രവണതയ ഒരു അത്യാഗ്രഹമല്ല, മറിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനും പരിചയിപ്പാനുള്ള ഹൃദയ വിശാലതയും താഴായ്മയുമാണ് നമ്മിൽ വളരുന്നത്. അതല്ലേ റോമർക്കെഴുതിയ ലേഖനം 12:1 നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് തന്നെ സമർപ്പിക്കുക എന്ന് പറയുന്നത്. നാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ പാതയിലാണെങ്കിൽ ശുശ്രൂഷ ചെയ്യിക്കാനും അധികാരം നടത്താനുമുള്ള ഒരു മോഹം നമ്മളിൽ ഉണ്ടാവില്ല ഇല്ലേ. നമ്മുടെ ആത്മീയ ജീവിതം അത് തെറ്റായ രീതിയിലാണെന്ന് നാം മനസ്സിലാക്കണം. നാം ക്രിസ്തുവിൻ്റെ പാതയിലാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ വേദനയിൽ പങ്കുചേരാനും എല്ലാം ഒരു താഴ്മയും വിനയമുള്ളവരായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ നാം അന്യോന്യം ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരുമായി തീരുന്ന മനോഭാവത്തിൽ വളരുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം, ജീവൻ നൽകിയ വചനം.